പ്ലാസ്റ്റിക് ബാഗുകൾ എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പേപ്പർ ബാഗുകളുടെ നിർമ്മാണത്തിലൂടെയും വിൽപ്പനയിലൂടെയും ജനകീയമാവുകയാണ് കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാഗ് മാസ്റ്റർ. പേപ്പർ ബാഗ് നിർമ്മാണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരവും ബാഗ് മാസ്റ്റർ സ്വന്തമാക്കി കഴിഞ്ഞു. ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിലൊന്നാണ് അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം. റെഡ് കാറ്റഗറിയിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ വർജിക്കണമെന്ന ആവശ്യം കാലങ്ങളായി പലരും ഉന്നയിച്ചു പോരുന്ന ഒന്നാണ്. എന്നാൽ അതിന് പ്രതിവിധിയെന്ന ചിന്തയിൽ നിന്നാണ് പേപ്പർ ബാഗുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പേപ്പർ ബാഗുകളുടെ നിർമ്മാണത്തിലൂടെയും വിൽപ്പനയിലൂടെയും ജനകീയമാവുകയാണ് കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാഗ് മാസ്റ്റർ. ഈ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷന്റെ കേരള മുദ്രണ പുരസ്കാരം പ്രിന്റ് അവാർഡ് 2017 തേടിയെത്തിയത് ബാഗ് മാസ്റ്റർ ഉടമ KJ തോമസിനെയാണ്. 2011 തോമസ് നടത്തിയ കണ്ടുപിടുത്തമാണ് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയത്. ചുരുങ്ങിയ മുതൽ മുടക്കിൽ വളരെ പെട്ടെന്ന് പേപ്പർ ബാഗുകൾ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു മെഷീനായിരുന്നു ആ കണ്ടുപിടുത്തം. യാതൊരു വിധത്തിലുള്ള കായികാധ്വാനവുമില്ലാതെ കൊച്ചുകുട്ടികൾക്ക് പോലും പേപ്പർ ബാഗുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഈ മെഷീന്റെ പ്രവർത്തനം. അങ്ങനെ യൂണിവേഴ്സൽ എക്കോ ബാഗ്സിന്റെ കീഴിൽ പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്ന ബാഗ് മാസ്റ്റർ ആരംഭിച്ചു. ആദ്യമായിട്ട് പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്ന ബാഗുകൾക്ക് അളവുകൾക്കനുസൃതമായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അത് മടക്കുകൾ ഇട്ടെടുക്കേണ്ട ഭാഗത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ബാഗ് മാസ്റ്റർ നാനോ ഉപയോഗിച്ച് അതിൻ്റെ വീലുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ബാഗിൻ്റെ മടക്കുകൾ ഇട്ടെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. മടക്കുകൾ ഇട്ടെടുത്തതിന് ശേഷം കൈകൊണ്ട് മടക്കി ഒട്ടിച്ച് ബാഗാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹോളിട്ട് ഐലറ്റ് അടിച്ചതിന് ശേഷം ചരട് ഇട്ട് കെട്ടി എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ ബാഗാവും. 2 തരത്തിലുള്ള പ്രിൻറ്റിംഗ് ഉണ്ട്. ഒന്ന് സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്, രണ്ടാമത്തേത് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്. മുൻപുണ്ടായിരുന്ന പേപ്പർ ബാഗ് നിർമ്മാണ യന്ത്രങ്ങളും രീതികളും വളരെ ചെലവേറിയതും നിർമ്മാണത്തിനായി സമയക്കൂടുതൽ ആവശ്യമുള്ളതുമായിരുന്നു. എന്നാൽ ബാഗ് മാസ്റ്ററിന്റെ വരവോടെ കുറഞ്ഞ മുതൽ മുടക്കിൽ ദീർഘകാലം ഈടുനിൽക്കുന്ന ഭംഗിയേറിയ പേപ്പർ ബാഗുകൾ വിപണിയിലെത്താൻ തുടങ്ങി. പേപ്പർ ബാഗ് നിർമ്മിക്കുന്നതിന് 9 മടക്കുകളാണ് ആവശ്യം. ഈ മടക്കുകൾ കൃത്യതയോടെ കൂടി ഇടുന്നത് ഇതുവരെ ദുഷ്കരമായ കാര്യമായിരുന്നു. എന്നാൽ ബാഗ് മാസ്റ്ററിലൂടെ ഇത് നിഷ്പ്രയാസം സാധിക്കും. മടക്കുകൾ ഇടുന്നതിനും പ്രത്യേക യന്ത്രം ബാഗ് മാസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ബാഗുകളുടെ ഡിസൈനിങ്ങിനും മറ്റുമായി HD പഞ്ചിങ് മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പേപ്പർ ബാഗ് നിർമ്മാണ മെഷീന്റെ വരവോടെ 2011 യൂണിവേഴ്സൽ എക്കോ ബാഗ്സിനോട് അനുബന്ധമായി ബയോവ പാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനും KJ തോമസ് ആരംഭം കുറിച്ചു. കടകൾ, ജുവലറികൾ, ടെക്സ്റ്റൈൽസ്, മൊബൈൽ ഷോപ്പുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബാഗുകൾ അഫോർഡ് ചെയ്യാൻ പറ്റും. അത് അവരുടെ പരസ്യത്തിൻ്റെയും കൂടെ ഭാഗമാണ് ഈ ബാഗുകൾ. മറ്റ് ജോലികൾ, ആയാസമുള്ള ജോലികൾ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പം തന്നെ നിർമ്മിക്കാൻ പറ്റും. 4 ആളുകൾ നിർമ്മിച്ചാൽ ഒരു ദിവസം 1000 ബാഗ് വരെ വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കുന്നതിന് സാധിക്കും. 5 രൂപ മുതൽ 25 രൂപ വില വരുന്ന ബാഗുകളാണ് നമുക്ക് സാധാരണയായി മാർക്കറ്റിൽ വരുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 1000 ബാഗ് നിർമ്മിച്ചാൽ ആവറേജ് ചെയ്ത് ഒരു 10 രൂപയായിട്ട് ആവറേജ് ചെയ്താൽ ഏതാണ്ട് 5000 രൂപ മുതൽ 25,000 രൂപ വരെ ടേൺ ഓവർ ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം. തൊഴിൽ രഹിതരായവർക്കൊരു വരുമാന മാർഗം കണ്ടെത്തി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവശ്യക്കാർക്ക് പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ പരിശീലനവും ഇവിടെ നൽകി വരുന്നു. 4 പേരടങ്ങുന്ന ഒരു യൂണിറ്റിന് ദിവസം 1000 മുതൽ 1500 ബാഗ് വരെ നിർമ്മിക്കാൻ സാധിക്കും. ദിവസം 5000 രൂപ മുതൽ 25,000 രൂപ വരെ ടേൺ ഓവർ ലഭിക്കുന്ന ഒരു വ്യവസായ മാർഗമാണെന്ന പ്രത്യേകത കൂടിയും ഇതിനുണ്ട്.